കിലോ പത്തേ, 1 കിലോ പത്തേ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വന്നിരിക്കുകയാണ്. അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. എന്താടാ ഞാൻ കാണിച്ചുതരാം കേട്ടാ. ഇപ്പൊ രാവിലെ വീട്ടിൽ എണീക്കുന്ന ഫസ്റ്റ് ആള് നമ്മുടെ കുഞ്ഞാണ്, ഷിറ്റ്സ് കുഞ്ഞാണ്. അതായത് രാത്രി ഒന്നും ഒരു അലമ്പൂല, ഫുഡൊക്കെ കഴിച്ച് നല്ലോണം കിടന്നുറങ്ങും. ഉറക്കമാണ് ആളുടെ മെയിൻ. കുഞ്ഞല്ലേ, അപ്പൊ കുറെ നേരം കിടന്നുറങ്ങും. ഇന്ന് രാവിലെ ഒരു 5:45, 6 മണിയൊക്കെ ആയപ്പോൾ പുള്ളി എണീറ്റ്. 6 മണി വെട്ടം വീണ് കേട്ടോ, ചെറിയൊരു വെട്ടം വീണ് കഴിഞ്ഞപ്പോൾ എണീറ്റാണേ. ഞാൻ പിന്നെയും കിടന്ന് ഉറങ്ങാമെന്നിരുന്നാണ്, പക്ഷെ അവൻ സമ്മതിക്കത്തില്ല. 6 മണി ആയി കഴിഞ്ഞപ്പോൾ കിടന്ന് കുഞ്ഞു കൊരക്കും കേട്ടോ. ഇങ്ങനെ ഓരോ സൗണ്ട് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ എണീറ്റില്ലെങ്കിൽ പിന്നെയും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ എണീറ്റ് വന്ന് ഫുഡെല്ലാം കൊടുത്ത് അവനിങ്ങനെ കുറുക്ക് പോലെ ഇച്ചിരി ലൂസാക്കി ഇങ്ങനെ കാച്ചി കൊടുക്കും കേട്ടോ. അപ്പോൾ അത് കുടിച്ച് ആദ്യം ഞാൻ കുറച്ച് കുടിവെള്ളം കുടിക്കാൻ കൊടുക്കും. അത് കുടിക്കുമ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ആശ്വാസമാണ്. ദേ എൻ്റെ കാലിൻ്റെ അവിടെ നിങ്ങളെ കാണിച്ചു തരാവേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവൻ്റെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഭയങ്കര ആക്റ്റീവാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മറ്റേ ഈ മുട്ടനാടിൻ്റെ ഇങ്ങനെ കൊമ്പും കുലുക്കി ഓടി നടക്കുകയല്ലേ, അതുപോലെയാണ് കേട്ടോ നടക്കണത്. കാല് ഈ കടിയാണ് ഇങ്ങനെ കുഞ്ഞു പല്ല് ഇങ്ങനെ കുരുകുരുത്ത് വന്നുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ പാൻറ്റേല ഉടുപ്പില എപ്പോഴും ഇങ്ങനെ കടിച്ചോണ്ടിരിക്കും. കാണിച്ചു തരാവേ. അമ്മയുടെ പുത്ത് എന്തെടുക്കുവാ? ദേ എല്ലാരും കുഞ്ഞിനെ ചോദിക്കണ്, നമുക്ക് പേരിടണ്ടേ ഇന്ന്? അമ്മയുടെ മുത്ത്, ചക്കര മുത്ത് എന്നൊക്കെയാണ് വിളിക്കണത്. മര്യാദക്ക് പേരിട്ടിട്ടില്ല. കുഞ്ഞിപ്പനെന്തേ? നമ്മുടെ കുഞ്ഞിപ്പനെ കാണിച്ചു കൊടുത്തേ. ബാ നമ്മുടെ കുഞ്ഞിപ്പനെ കാണിക്കാം. കുഞ്ഞപ്പൻ നല്ല ഉറക്കാണ് കേട്ടോ. അമ്മയുടെ മുത്തേ സുന്ദര എണീറ്റേ. ദേ ഷിച്ചു എണീറ്റ് രാവിലെ തന്നെ. എണീറ്റിട്ട് കുഞ്ഞപ്പ എന്താ എണീക്കാത്തെന്ന് ചോദിക്കുവാ. അവൻ കട്ടിന്റെ അടിയിലോട്ട് പോയിട്ടുണ്ടേ. ചിച്ചു എന്തിയേ? ആളെന്തിയേ? ഇവിടെ കണ്ടോ ഉണ്ടായിരുന്നല്ല ചിച്ചു. ദേ ഇവിടെ നിക്കണ. എടാ കള്ളക്കുറുക്ക. എടാ നിക്കടവിടെ. കണ്ട ഇത് കുസൃതി എന്ന് പറഞ്ഞ എന്റെ ദൈവമേ. പക്ഷെ ഇതിപ്പോ 3 ദിവസമായി അല്ലേ നമ്മുടെ വീട്ടിൽ വന്നിട്ട്. ഇന്ന് 3ാമത്തെ ദിവസമാണേ. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒന്നും ഇത്ര ഒരു ഇതില്ലായിരുന്നു കേട്ടാ. ഇപ്പൊ നമ്മളുമായിട്ട് നല്ല കൂട്ടായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണോന്ന് അവനൊരു എത്തും പിടിയില്ല. കണ്ട എന്റെ പാന്റ് വലിച്ച് കോടഞ്ഞ് കാണിക്കണ്ട. വെറുതെ ഒരു രസത്തിന് കടിക്കണാണ് കേട്ടാ. നമുക്ക് വേദന എടുക്കൂല, നമ്മൾ അറിയോ പോലുമില്ല അവൻ കടിക്കണത്. അമ്മയുടെ മുത്ത് ചക്കര പൊന്ന്. കുഞ്ഞപ്പനെ വിളിച്ച് എണീപ്പിക്കണം. ഇന്ന് നമ്മുടെ മാളൂൻ്റെ അടുക്കള കാണൽ ചടങ്ങാണ്. അവളുടെ കല്യാണം കഴിച്ച് വിട്ടിട്ട് പിന്നെ നമ്മൾ ഓകൊന്നും ഇട്ടില്ലല്ലോ. അതിനിടെ ഒരുപാട് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ ഇടാഞ്ഞിട്ടാണ്. അവളെയും ചെറുക്കനെയും ഞങ്ങൾ ആ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ആൾക്കാർ വന്ന് അവരെ തിരിച്ച് വിളിച്ചോണ്ട് പോയി. കടിക്കല്ലേ, നിന്നെ പറ്റി പറയാം. പിന്നെ നിന്നെ പറ്റി മാത്രം പറഞ്ഞാൽ മതിയോ? മാളൂനെ പറ്റി പറയണ്ടേ? അപ്പൊ ചേട്ടനാണെങ്കിൽ ഇന്നലെ മാളൂന്റെ അച്ഛനെ അമ്മയുടെയും കൂടെ പോയിട്ട് എറണാകുളത്ത് പോയിട്ട് അവൾക്ക് ഇന്ന് അടുക്കള കാണലെന്നാണ് കേട്ടോ ഇന്നത്തെ ചടങ്ങിന്റെ പേര്. അപ്പൊ ആ ചടങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. കുറേ സ്വീറ്റ്സ്, മധുരപലഹാരങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കൊണ്ടുപോകുമല്ലോ. പിന്നെ എന്തെങ്കിലും അവിടെ ഫർണിച്ചർ എന്തെങ്കിലും, ഇപ്പൊ AC-യോ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മൾ ഇന്ന് പോകും കേട്ടോ. ഇന്നലെ അവർ ചെന്ന് അത് ബുക്ക് ചെയ്തിട്ട് സാധനങ്ങൾ സത്യത്തിൽ കിട്ടിയിട്ടില്ല, വൈകുന്നേരം കിട്ടുള്ളേ. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ അങ്ങോട്ട് പോകും. വൈകുന്നേരം സാധനങ്ങളൊക്കെ പുറകെ അവർ വണ്ടിയിൽ അയച്ചു തരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങോട്ട് ചെല്ലണം രാവിലെ തന്നെ. അപ്പൊ ഞാൻ റെഡി ആവട്ടെ. അതിന് മുമ്പ് ഷിച്ചുവിനെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ആർക്കും ഫാമിലിയിൽ പട്ടിയുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചേട്ടന്റെ തറവാട്ടിലോ ചേട്ടന്റെ വീട്ടിലോ വേറെ എവിടെയും ഇങ്ങനെ പട്ടിയില്ല. അപ്പൊ നമുക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പൊ എല്ലാരും ഇവനെ കാണുമ്പോ എന്തായിരിക്കും റിയാക്ഷൻ എന്നൊക്കെ നമുക്ക് നോക്കാവേ. എന്താണ് അത് കൊള്ളാല? കൊരക്കണാ നീ? എന്തിനാ ഇങ്ങനെ ഒച്ചയെടുത്ത് കൊരക്കണ? ചില സമയത്തൊരു കൊരയുണ്ട്, മനുഷ്യൻ പേടിച്ചു പോകും. ഒരു വെച്ചിട്ട് ഒറ്റ കൊരക്കും. ഇത് കടിച്ചാലും ഉണ്ടല്ലോ ചെറുക്കാ തൂക്കി വെക്കും ഞാൻ നിന്നെ. ഞാൻ 1 കിലോ പത്തേ ആ സൗണ്ട് കേൾപ്പിച്ച് നമുക്ക് കുളിച്ചാലോ? നമുക്ക് കുളിച്ച് സുന്ദരക്കുട്ടപ്പനായാലോ? ആൾക്ക് കുളിക്കാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഇല്ലി ഓടി കളയരുത്. അവിടെ നിൽക്കി. ഇവ കുഞ്ഞപ്പനല്ലേ കഷ്ടമാണല്ല. കുഞ്ഞപ്പൻ ഇപ്പൊ ഒറ്റക്ക് കുളിച്ചോളും. ഇല്ല മോനെ പയ്യച്ചേ
ഷാമ്പൂ കലർത്തിയിട്ട് വെള്ളത്തിലിട്ട് കുളിപ്പിക്കുകയാണ് കേട്ടാ. ചിച്ചുവിന്റെ കുളി അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കുഞ്ഞു ടർക്കി ഉണ്ട് കേട്ടാ. ആ ടർക്കി വെച്ച് ചേട്ടൻ നല്ലോണം തുടച്ചുകൊണ്ടിരിക്കുകയാണേ. തല അവസാനം കുളിപ്പിക്കാമല്ലോ കേട്ടോ. തല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കാനേ പാടുള്ളേ. ആൾക്ക് വിറക്കണോണ്ടേ നല്ലോണം തുടച്ചെടുക്ക്. കണ്ടാ കോഴി വെള്ളത്തിൽ വീണ പോലെ ഇരിക്കുകയാണ് കേട്ടാ കോലം. ഇനി ഇവന്റെ രോമൊക്കെ ഉണക്കി ഇവനെ നല്ല ഡ്രൈ ആക്കി എടുക്കണം, എന്നാലേ പഴയ രൂപത്തിലേക്ക് വരുള്ളൂ. അപ്പൊ അതേ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ റെഡി ആയിട്ട് ചേട്ടൻ ഒന്ന് കൂട്ടുകാരനായിട്ട് പുറത്തേക്ക് പോയേ. കുഞ്ഞപ്പ ഒന്ന് കാണിച്ചേ പൊന്നിനാ. കുഞ്ഞപ്പ റെഡിയായി സുന്ദര കുട്ടപ്പനായിട്ടിരിക്കണമെന്ന് കാണിച്ചേ. കുഞ്ഞപ്പ എണീറ്റ് കുളിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾക്ക് അപ്പം മുട്ടക്കറി ആയിരുന്നു രാവിലെ. കഴിക്കണതും കുളിക്കണതും അതൊന്നും എടുത്തില്ല കേട്ടോ വീഡിയോ. പൊന്നെ ചവിട്ടരുത്. കാണിച്ചരാ കാണിച്ചു കൊടുക്കാം. നീ അവിടെ കണ്ടാ കുഞ്ഞപ്പം കുളിച്ച് സുന്ദരനായിട്ട് ചായയൊക്കെ കുടിച്ചിരിക്കുകയാണേ. മുഖത്ത് ആ ഉറക്കക്ഷീണം മാറിയിട്ടില്ല. കഴിച്ചു കഴിഞ്ഞാ പൊന്നി ദേ അവന് നല്ല ലൂസാക്കി അവന്റെ കുറുക്ക് കാച്ചി വെച്ചിട്ടുണ്ട്. മറിക്കിയ പൊന്നെ അവൻ എന്തേടാ കഴിക്കുമോനാ. അവന്റെ പേര് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് സർപ്രൈസ് ആണേ. അത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ എന്താ പേരിട്ടേക്കണേന്ന്. ഷിറ്റ്സൂന്ന് തന്നെയാണല്ലേ നമ്മൾ ഇപ്പോഴും വിളിക്കുന്നത്. നല്ലോണം കീറി തുടച്ചു കൊടുത്തേ. മോഹൻ തുടച്ചേ. അവൻ അങ്ങനെ അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ നല്ലോണം തുടക്കി. കുഞ്ഞപ്പന് അറിയാൻ കേട്ടാ തുടയ്ക്കാനും പിടിക്കാനും ഒക്കെ. അങ്ങനെ തന്നെ മതി. ഓക്കെ സെറ്റായി. വാ രണ്ടുപേരും വൈറ്റ് ആണല്ലോ. കുഞ്ഞപ്പൻ വൈറ്റ് ഷർട്ട്, ചിച്ചു വൈറ്റ് ഷർട്ട്. കുഞ്ഞപ്പ അവൻ കരയണുണ്ടാ. അപ്പൊ നമ്മൾ ആ ബോക്സ് ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് കേട്ടാ. ചേട്ടാ നമ്മളോട് പയ്യെ നടന്ന റോട്ടിലേക്ക് എല്ലാം പറഞ്ഞേ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കാറും വളച്ചോണ്ട് വന്നാ. നീ പയ്യെ പിടിക്കുവോ അവനെ, അല്ലെങ്കിൽ അമ്മ പിടിക്കാം. നീ ഈ അമ്മയുടെ ഇത് താഴെ അമ്മ പിടിച്ചോളാം. നമുക്ക് റോട്ടിലോട്ട് പോയി നിൽക്കാം. അപ്പൊ ഗൈസ് എൻ്റെ കയ്യിൽ ഞാൻ തൂക്കി പിടിച്ചേക്കാണ് കേട്ടോ ആളെ. ഈ പെട്ടി കൂടി എടുത്ത് വേറൊന്നുമല്ല. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവൻ അവിടെ കൂടിയൊക്കെ ഓടി നടന്ന ഇവൻ കുഞ്ഞല്ലേ, ചിലപ്പോൾ ആരെങ്കിലും കയറിയൊക്കെ ചവിട്ടിയാലോ. അപ്പോൾ ആരെങ്കിലും ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഈ പെട്ടിയുടെ ഉള്ളിൽ ഇരുത്താലോ ഇവനെ. അല്ലെങ്കിൽ ഇവൻ അവിടെയൊക്കെ ഓടി നടക്കും. അവനെ ആ പെട്ടിയിലിട്ട് ഞാൻ ഒരു കൈ കൊണ്ട് തൂക്കി പിടിച്ചിട്ട് ഇഷ്ടപ്പെടണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്താ കയ്യിലെടുത്ത് പിടിക്കാന്ന്. ഒരാൾ നമ്മളെ പോണ വഴി നോക്കണുണ്ടേ ഗായ്സ്. അപ്പോൾ അതേ ചേട്ടൻ ഇപ്പം എത്തും. നമ്മൾ റോട്ടിലോട്ട് നടക്കുവാണേ. ഇപ്പം മിന്തിരിപ്പാണേ. മിന്തിരിപ്പ്. അപ്പൊ ഞാൻ ഒറ്റ കയ്യിൽ തൂക്കി പിടിച്ചേക്കാണേ. ആകെപ്പാടെ ഇത്രയുള്ള തൂക്കി പിടിക്കാൻ. അച്ഛടെ മോതിരം എടുത്തിട്ടുണ്ടാ നീ. അപ്പം നമുക്ക് നല്ല വെയിലാണ്. കൊട്ടയിൽ ഇരുന്നാ പോരെ. കൊട്ടയിൽ തൂക്കി പിടിക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു പോകും. അപ്പൊ അവൻ അതൊരു കംഫർട്ട് ഇല്ല. അപ്പൊ ചേട്ടൻ വന്ന് ഞങ്ങൾ ഇറങ്ങിയല്ലേ കുഞ്ഞപ്പാ. അപ്പൊ ഗൈസ് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാളുവിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മാളുവിൻ്റെ വീട്, മാളുവിൻ്റെ ചെറുക്കൻ്റെ വീട്. ഇന്നാണ് അടുക്കള കാണലെന്ന് ഞാൻ പറഞ്ഞില്ലേ. മാളു എന്നൊരു ഗിഫ്റ്റ് വേണം, ഒന്ന് എടുക്കണമെന്നുണ്ടാ. പേടിയാണോ മാളുവിന്? ഭയങ്കര പേടിയാണെന്നേ. കടിക്കത്തൂല്ല മാന്തത്തൂല്ല ഒന്നുമില്ല. വേണ്ട നീ എടുക്കണ്ട. ആ പൊക്കിക്കൊണ്ട് നടക്കും. നമുക്ക് പെട്ടിയുണ്ട്, പെട്ടിയിലിട്ട് വെക്കാം. ഞങ്ങളുടെ പൊടിയ ആളൊക്കെ ഉണ്ടാ. ഷിറ്റ്സു അച്ഛ പെട്ടിയും കൊണ്ട് വരും. പെട്ടിയുടെ ഉള്ളിൽ ഇട്ട് വെച്ചാൽ മതി. കുഞ്ഞപ്പൻ അതിനെ ഞെക്കി പീച്ചെടുക്കും. പെട്ടിയിൽ ഇരിക്കണം കേട്ടോ കുറച്ചു തരാം. ഇല്ല ഇവിടെ വേറെ പെട്ടിയില്ല. ഇതാണ് നമ്മുടെ അണ്ണാണ്ണൻ. കണ്ട ചാടുവാ കുഞ്ഞ്. കാണണ പോലെ വെക്കാം കുഞ്ഞ്. അവിടെ വെക്കാം. അക്കരമുത്തിനെ മോളുടെ വീട്ടിൽ വന്നിട്ട് ആദ്യമായി പഴം തിന്നുന്ന വിജി. അതെ അവിടേക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പെണ്ണ് അടിപൊളി പെണ്ണ്. ഒന്നും തിന്നില്ല. തിന്നോ? ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പേടിക്കണ. തിന്നി. ചിപ്സ് അല്ലേ? ഇല്ല ഞാൻ ഒന്നും പറയത്തില്ല. ചക്ക വറുത്തത്, ചിപ്സ്, ഹലുവ, പഴം, പിന്നെയും ചിപ്സ്. മാളു എടി ഇത് പുതിയതാണോ ചുരിദാറ്? അല്ല മറ്റേ ചുരിദാറ്. നീ ഊരാത്തൊരു ചുരിദാറുണ്ടല്ലോ ഒരിക്കലും. ആ ചുരിദാർ പോലെ തന്നെ ഉണ്ട് ഇത്. കൊള്ളാം, ചുരിദാർ കൊള്ളാം. കല്യാണം കഴിഞ്ഞിട്ട് എന്താകും മാളു അഭിപ്രായം? വെള്ളം കുടിക്കാൻ പോലും സമ്മതിക്കാത്ത എന്താടാ? കണ്ണാണാ? വല്യച്ഛാന്ന് വിളിക്കാം. അപ്പൊ താഴെ വെക്കും. വല്യച്ഛൻ. കുഞ്ഞപ്പന് ആകെയുള്ളൊരു വല്യച്ഛനാണ് കേട്ടാ കണ്ണാന്ന. പക്ഷെ കണ്ണാന്നന് വല്യച്ഛനെന്ന് വിളിക്കണ ഇഷ്ടമല്ല. അതുപോലെ കുഞ്ഞപ്പനൊരു 3-4 കൊച്ചിച്ചന്മാരുണ്ട്. അവന്മാർക്കും കൊച്ചിച്ചാന്ന് വിളിക്കണ ഇഷ്ടമല്ല. എല്ലാവർക്കും പേര് വിളിക്കണതും എടാ പൊടാ വിളിക്കണതൊക്കെയാണ് കേട്ടാ ഇഷ്ടം. അപ്പൊ നമ്മുടെ ചെക്കന്റെ വീട്ടിലൊരു വലിയ കുളമുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഇപ്പൊ മീനൊന്നുമില്ല. ഈ വേനൽക്കാലം ആയതുകൊണ്ടേ അത് വെള്ളമൊക്കെ വറ്റിക്കിടക്കാണ് കേട്ടോ. അല്ലെങ്കിൽ കുറെ മീനുകളുള്ള കുളമായിരുന്നേ. അതുപോലെ വലിയൊരു മാവുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിടെ ഒരു മാങ്ങ താഴെ വീണ്ട ആരുടെയോ തലയൊക്കെ ഉണ്ട് കേട്ടോ. ആ മാളുവിന്റെ തലയിൽ തന്നെയാണ് ഒരു മാങ്ങ വീണുകൊണ്ടേ. പക്ഷെ ഒന്നും പറ്റിയൊന്നുമില്ല. അപ്പൊ പിള്ളേർക്ക്
ഇവർക്ക് എല്ലാവർക്കും കൂടി ചുറ്റുമായിട്ട് കളിക്കണമെന്ന് പറഞ്ഞ് അവസാനം അവനെ ജസ്റ്റ് ഒന്ന് മണ്ണിൽ നിർത്തി കേട്ടാ. ഞാൻ നല്ല വെള്ള കടൽ മണ്ണ് പോലത്തെ മണ്ണാണ്, അപ്പൊ നല്ല വൃത്തിയുള്ള മണ്ണായതുകൊണ്ട് നിർത്തിയതാണ്. പക്ഷേ ചിച്ചു കുഞ്ഞല്ലേ, അവൻ മൂക്കും കുത്തി വീണെന്നേ. മൂക്കും കുത്തി വീണിട്ട് മൂക്കിലും വായിലും ഒക്കെ മണ്ണായിരുന്നു കേട്ടാ. അപ്പൊ തന്നെ ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു, എടി അവൻ എടുത്ത് പെട്ടിയിലാക്കുന്നത്. എന്നിട്ട് ഞാൻ വേഗം തന്നെ പേപ്പറൊക്കെ എടുത്ത് കീറിയൊക്കെ തുടച്ച് അവനെ പെട്ടിയിലാക്കിയേ. അപ്പൊ അവിടെ മാങ്ങാ തീറ്റയാണ് കേട്ടാ ചിറ്റ. അപ്പൊ ഞാൻ ചിറ്റനെ കളിയാക്കാണ്, മരുമകന്റെ വീട്ടിൽ വന്നിട്ട് ആദ്യമായി മാങ്ങ തിന്നുന്ന അമ്മായിയമ്മ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് പിന്നെ അതേ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പൊ ചേട്ടനില്ലായിരുന്നു. ചേട്ടൻ ആ സമയത്ത് ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പിന്നെയും പോയി. കൂട്ടുകാരൻ്റെ കല്യാണം ഉറപ്പിക്കലായിരുന്നു കേട്ടോ. അതാണ് ചേട്ടൻ രാവിലെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണത്. അപ്പൊ അതേ നല്ല അടിപൊളി ക്യാബേജ് തോരൻ, അച്ചാറ്, ബീഫ്, ചിക്കൻ, മീൻ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. സമ്പൽ സമൃദ്ധമായൊരു നോൺ വെജ് സദ്യ തന്നെയായിരുന്നു നമുക്ക് വേണ്ടി അവരവിടെ ഒരുക്കിയിരുന്നത്. അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ചിറ്റയും കണ്ണാണ്ണൻ ചേട്ടൻ്റെ ചേട്ടനാണ് കേട്ടോ. കുഞ്ഞപ്പൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ് ഇത് കണ്ണാണ്ണൻ. കുഞ്ഞപ്പൻ്റെ ചേട്ടൻ്റെ ചേച്ചിയാണ് ഈ റെഡ് സാരി കൊടുത്തിരിക്കുന്നത്. ഇത് ചിറ്റമാരാണ്, എല്ലാവരും നമ്മുടെ ആൾക്കാരാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിൽ എല്ലാവരും വീഡിയോ എടുക്കണില്ലേ എന്ന് എല്ലാവരും ചോദിക്കും. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര നാണവും ചമ്മലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ അടുത്ത ചടങ്ങിലേക്ക് നമ്മൾ കടന്നു. ഇത് ഒരുപാട് ചടങ്ങുണ്ടായിരുന്നു, കുറേയൊന്നും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാഞ്ഞിട്ടാണ്. ഈ ഒരു ചടങ്ങ് നല്ല രസമുള്ള ചടങ്ങാണ്. അതായത് ഇന്നത്തോടു കൂടി ഈ ചടങ്ങെല്ലാം തീർന്നേ. എത്ര ദിവസമായി കല്യാണത്തിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നത്തോടു കൂടി ഈ അടുക്കള കാണലോടുകൂടി എല്ലാ ചടങ്ങും അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. സാരി കൊടുക്കുന്ന ചടങ്ങാണ്. അതായത് ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്ന എല്ലാവർക്കും ചെറുക്കൻ്റെ വീട്ടുകാർ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. സാരി എല്ലാവർക്കും സാരി കൊടുത്ത് കേട്ടോ. എനിക്ക് ചുരിദാറാണ് കേട്ടോ വാങ്ങിച്ചു തന്നത്. അപ്പം മാളും ചെറുക്കൻ്റെ പെങ്ങളും എല്ലാവരും കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ കവർ വെച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര നാണം ചമ്മലൊക്കെ. അപ്പോൾ മാളും എല്ലാവർക്കും ഇഷ്ടമുള്ളത്, ഞാൻ ഓർത്ത് എല്ലാവർക്കും ഒരേ സൈസ് ആയിരിക്കും, പക്ഷെ അല്ല, എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട സൈസ് മോഡലൊക്കെയാണ് കേട്ടോ അവൾ വാങ്ങിച്ചു വെച്ചിരുന്നത്. അങ്ങനത്തെ എല്ലാവരെയും വാങ്ങിക്കുകയാണേ. അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ട് എല്ലാവരും കാണിച്ചു നിൽക്കുകയാണേ. ഞങ്ങളുടെ കുടുംബത്തിൽ ആണുങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ ചേട്ടനും കണ്ണാണനും വന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അവർ വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ നേരത്തെ വരുമെന്ന് ഇവർക്ക് അറിയായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഷർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, കണ്ണാണനും കുഞ്ഞപ്പൻ്റെ അച്ഛനും. അപ്പോൾ ചേട്ടനാണെങ്കിൽ ആ സമയത്ത് അവിടെ ഇല്ല, കൂട്ടുകാരൻ്റെ അടുത്ത് പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറുക്ക് കാറിലായി പോയതേ. ഞാൻ അവന് കുറുക്കൊക്കെ കാച്ചി എടുത്തോണ്ടാണ് കേട്ടോ പോയത്. അവൻ്റെ പാത്രവും അവൻ്റെ പെട്ടിയിൽ, കാരണം നമ്മൾ വേറൊരു വീട്ടിൽ ചെന്നിട്ട് പട്ടിക്ക് ഫുഡ് കൊടുക്കാനാണ് പാത്രം ചോദിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് അവൻ്റെ പ്ലേറ്റ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നീ എല്ലാം കൊണ്ടാണല്ലോ വന്നേക്കണത്, രണ്ടും കൽപ്പിച്ചാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നേ. പട്ടീനെ കൊണ്ടുപോയി നീ പോടാ മൊട്ടയത് വെറുതെ പട്ടീനെ തരൂല എടാ എന്റെ കോച്ചിനെ കരയിക്കല്ലേടാ. ഇത് തരൂല, ഞങ്ങള് കൊണ്ടുപോകൂല. അമ്മ കൊടുക്കൂന്ന് നിനക്ക് തോന്നുന്നുണ്ട്? അമ്മ കൊടുക്കൂല, തരത്തില്ല. നീ അയ്യോ കരയല്ലേ, മൊത്തം പ്രശ്നമേ. ഷിറ്റ്സു ആ നല്ല രസമുണ്ട്, സൂപ്പർ അല്ലേ എന്റെ കുഞ്ഞി? എടുത്തോ മോനെ, എടുത്തോ. ഇതും കൊണ്ടുപോകണേ, ഞാൻ കൊണ്ടുപോട്ടെ. എന്ത് ബോധയില്ലാത്തവനാടാ നീ, ബോധയില്ലാത്തവൻ. പൊന്നുപോലെ നോക്കിക്കോളാം, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. 30 ദിവസം, ഇന്നത്തേക്ക് 33 ദിവസം. പൊന്ന പോലെ ഇല്ലടാ, വേണ്ട എടാ, വേണ്ടതേ തിരിച്ചു വന്ന് കൊടുക്കൂല. കരയണ്ട, അമ്മ കൊടുക്കൂല, കണ്ണാച്ചിന് കൊടുക്കൂല. പൊന്നു പിടിച്ചോ, എടുത്തോ നീ അവനാ, എടുത്തോ. ദൈവമേ, ബോംബ് വെച്ച് പൊട്ടിക്കും കണ്ണാച്ചന്റെ വണ്ടി, ബോംബ് വെച്ച് പൊട്ടിക്കും കൊച്ചി. പോട്ടെ നമുക്ക് പോവാം.
അല്ലടാ എടാ അതിന്റെ അകത്ത് വെക്കണ്ടടാ. അപ്പൊ ഗൈസ് ഫൈനലി നമ്മൾ വീട്ടിലെത്തി കേട്ടാ. എന്റെ ദൈവമേ ഒരു അംഗമായിരുന്നു. നിങ്ങൾ എല്ലാരും കണ്ടു കാണും. കുഞ്ഞപ്പോ കൊറേ നാളായി കേട്ടാ ഇങ്ങനെ കരഞ്ഞിട്ടില്ല. കരഞ്ഞ് 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 ഒരു പരിവായല്ലേ പൊന്നെ. കണ്ണാണൻ കൊച്ചിനെ കരയിപ്പിച്ച് കണ്ണാണൻ എടുത്തോണ്ട് പോകുന്ന പറയും ഇങ്ങനെ കാണിച്ചു. ഇപ്പൊ അവര് ചിരി വന്നു കേട്ടാ. കണ്ണാണൻ ആരാന്ന് വെച്ചാൽ ചേട്ടന്റെ അപ്പച്ചിയുടെ മോനാണ് കേട്ടാ. അപ്പൊ ഇവരിൽ ഏറ്റവും മൂത്തത് ഇപ്പൊ കണ്ണാണനാണ്. കണ്ണാണൻ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. കണ്ണാണന് പണ്ടുള്ള പരിപാടിയാണ് ഇങ്ങനെ കുഞ്ഞു കുട്ടികളെ തുടങ്ങി വലിയ ആൾക്കാരെ വരെയും കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ എന്തോ ഒരു ഹോബിയാണ് കേട്ടാ. ഞങ്ങളെല്ലാരും കൂടി ഇരുന്ന് ഈ ചിരി വർത്താനമൊക്കെ ആയിരിക്കും. നേരത്തെ ഇപ്പൊ മാളു കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ടാണ് എന്റെ ദൈവമേ മാളുനെ കൊല്ല വിളിക്കും. അങ്ങനെ ഇട്ട് ഉപദ്രവിക്കും. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉപദ്രവിക്കാനും കരയിപ്പിക്കാനൊക്കെ. ഒരു രസം. കണ്ണാണൻ വെറുതെ ഒരു തമാശക്ക് ചെയ്യണതാണ് കേട്ടോ. പക്ഷെ കുഞ്ഞപ്പ ഇച്ചിരി കൂടിപ്പോയി കേട്ടോ. കുഞ്ഞപ്പ കരഞ്ഞൊരു പരിവായി. കാരണം ഇവനെ ഇവിടെ കൊണ്ടുവന്നപ്പോ തൊട്ട് എല്ലാരും പട്ടീനെ എടുക്കുമ്പോ പേടിയാണ്. ആരെങ്കിലും പട്ടീനെ കൊണ്ടുപോവാന്ന് ഓർത്തിട്ടെ. അപ്പൊ ദേ ചേട്ടൻ അവനെ തുടച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് വന്നതല്ലേ. അപ്പൊ നമ്മളൊരു കുഞ്ഞിനെ നോക്കണ പോലെ തന്നെ അത്രയും കെയർ ആയിട്ട് നോക്കണം. എനിക്ക് ഭയങ്കര ടയർഡായി ഗൈസ്. അപ്പൊ എന്താ പറയാൻ വന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാരും മറക്കാതെ കുഞ്ഞപ്പനെന്ത് എല്ലാരും മറക്കാണ്ട് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഇനി പൊക്കിക്കൊണ്ട് നടപ്പായിരിക്കും കേട്ടാ. ഞാൻ കണ്ണൊന്ന് കാണിച്ചു കൊടുക്കും. നമ്മുടെ ശിശുക്കുഞ്ഞിന്റെ കണ്ണ് നല്ല ബ്ലൂ കണ്ണാണ് കേട്ടാ. ഇപ്പൊ ചേട്ടൻ അവന്റെ കണ്ണൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി. അതാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കണ മുഖം. വെള്ളം കൊണ്ടിട്ടേ കൂടെയൊക്കെ രോമമൊക്കെ വെള്ളത്തിലായി പോയേ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. കണ്ണ് നല്ല നീലക്കണ്ണൻ. അമ്മയുടെ നീലക്കണ്ണ്. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.